മഞ്ഞുമൽ ബോയ്സ് എന്ന ചിദംബരം സിനിമ പ്രഖ്യാപിച്ചത് മുതൽ വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുകയാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്സ് എന്ന ഡെവിൾസ് കിച്ചൺ. സാത്താന്റെ അടുക്കള എന്നറിയപ്പെട്ടിരുന്ന റെക്കോർഡുകൾ പ്രകാരം 13ഓളം പേർ അപകടത്തിൽപ്പെട്ടൊരു ഗുഹ. കമൽഹാസന്റെ ഗുണ എന്ന ചിത്രം ചിത്രീകരിച്ചത് മുതൽക്കാണ് ഡെവിൾസ് കിച്ചൺ ഗുണ കേവ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. മനിതൻ ഉണർന്നുകൊള്ള, ഇത് മനിതർ കാതലല്ല, അതേയും താണ്ടി പുനിതമാനത് എന്ന ട്രെയിലറിലെ ഒറ്റ ഡയലോഗ് മുതൽ സിനിമ കണ്ടിറങ്ങും വരെ മഞ്ഞുമൽ ബോയ്സിനൊപ്പം നമ്മുടെ മനസ്സിൽ വീണ്ടും പതിയുന്ന പേരാണ് ഗുണ. അക്ഷരാർത്ഥത്തിൽ ഗുണ എന്ന കമൽഹാസന്റെ എക്കാലത്തെയും മികച്ച സിനിമയുടെയും ഇളയരാജയുടെ സംഗീതത്തിന്റെയും ട്രിബ്യൂട്ട് കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു സർവൈവൽ ത്രില്ലറിനപ്പുറം ഹ്യൂമാനിറ്റിയുടെയും സുഹൃത്ത് ബന്ധത്തിന്റെയും കഥ പറയുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. മനിതൻ ഉണർന്നുകൊള്ള, ഇത് മനിതർ കാതലല്ല, അതേയും താണ്ടി പുനിതമാനത് എന്ന് പറയുമ്പോൾ സൗഹൃദത്തിന്റെ ആ കൂട്ടായ്മയുടെ സ്നേഹത്തെ കൂടിയാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിലുടനീളം കമൽഹാസന്റെ ഗുണ നിറഞ്ഞു നിൽപ്പുണ്ട്. ഗുണ കേവിലേക്ക് യാത്ര തിരിക്കുന്നത് മുതൽ അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾക്കെല്ലാം ഗുണയുമായുള്ള അടുപ്പം ചിത്രം പങ്കുവയ്ക്കുന്നു. 1991 ഒരു ദീപാവലി റിലീസായി തമിഴ് റിലീസ് ചെയ്ത കമൽഹാസൻ ചിത്രം സന്താന ഭാരതി സംവിധാനം ചെയ്ത് കമൽഹാസൻ, റോഷ്നി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രത്തിന് എന്നാൽ രജനീകാന്ത് മണിരത്നം സിനിമയായ ദളപതിക്കൊപ്പം പിടിച്ചു നിൽക്കാനാവാതെ ബോക്സ് ഓഫീസിൽ അടിപതറി. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സിനിമകൾ സംസാരിക്കപ്പെടണം എന്ന കമൽഹാസന്റെ വാചകം പോലെ കാലങ്ങൾക്കിപ്പുറവും ഗുണ ഇന്ന് പ്രേക്ഷക സ്വീകാര്യത നേടിയ മികച്ച കമൽഹാസൻ സൃഷ്ടിയാണ്. തൻ്റെ അച്ഛൻ സമ്മാനിച്ചതിനാൽ തൻ്റെ മുഖത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, അച്ഛൻ അമ്മയെ തല്ലാതിരുന്നെങ്കിൽ, ഉപേക്ഷിക്കാതിരുന്നെങ്കിൽ അവർ ഒരു വേശ്യാലയത്തിന് ഭാഗമാകേണ്ടി വരില്ല എന്ന് ഡോക്ടറോട് ഉള്ളുനേറി പറയുന്ന ഗുണ സ്വന്തം അമ്മ പോലും ഗുണയെ അംഗീകരിക്കുന്നില്ല. അഭിരാമി ദേവിയുടെ അവതാരമാണെന്ന് കരുതുന്ന അഭിരാമി എന്ന പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ച് അവളോടൊപ്പം നല്ലൊരു ജീവിതം ആരംഭിക്കാനായി അയാൾ അഭിരാമിയെ തേടി പലയിടത്തും അലയുകയാണ്. ഒടുവിൽ അവളെ കണ്ടെത്തുന്നത് മുതൽ അപൂർവമായ ഒരു പ്രണയത്തിൻ്റെ കഥയായി ഗുണ മാറുകയാണ്. കമൽഹാസൻ എന്ന അഭിനയ പ്രതിഭ അതിനു മുൻപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഒന്നിൻ്റെയും സാമ്യതകളില്ലാതെ ചെയ്തു ഫലിപ്പിച്ച മികച്ച സൃഷ്ടി. ഒരു പ്രണയ ചിത്രമാണ് ഗുണ എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാകില്ല. മനുഷ്യർക്കാർക്കും തന്നെ മനസ്സിലാകാത്തൊരു പ്രണയം, ഗുണയ്ക്ക് മാത്രം പ്രിയപ്പെട്ട അവൻ്റെ ഭ്രാന്ത്. സ്വന്തം സിനിമകൾ കാലാനുവർത്തിയായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത നടന്മാരുണ്ടാകുമോ? പരാജയ ചിത്രങ്ങളെന്ന് ബോക്സ് ഓഫീസ് മുദ്രകുത്തി പുറത്തുവിട്ടിട്ടും ഇന്നും തെളിമങ്ങാത്ത ചിത്രങ്ങളാണ് ഓരോ കമൽഹാസൻ സിനിമകളും. കൺമണി അൻപോട് കാതലൻ എന്ന ഇസൈஞാനി ഇളയരാജയുടെ പാട്ട് 2006 കാലഘട്ടത്തെ എങ്ങനെ പിടിച്ചു കുലിക്കുകയോ അതിൽ നിന്നും ലെവലേശം മാറ്റം ഇന്നും വന്നിട്ടില്ലെന്ന് 2006 കഥയെ ദശാബ്ദങ്ങൾക്കിപ്പുറം ഒരു കാലഘട്ടത്തിലിരുന്ന് കാണവേ നമുക്ക് തിരിയും. എൻ്റെ സ്നേഹം ലോകത്തുള്ള മറ്റേത് സ്നേഹത്തെക്കാളും ഉയർന്നതാണെന്ന് അറിയിക്കാനുള്ള കാമുക വ്യഗ്രതയ്ക്ക് മനുഷ്യരാശിയോളം പഴക്കമുണ്ട്. കൺമണി അൻപോട് കാതലൻ എന്ന ഗാനത്തിന് അതുകൊണ്ട് തന്നെ ഇത്രനാളും ഒരു തീവ്ര കാമുക ഭാവത്തിൻ്റെ ഛായയായിരുന്നു. മനുഷ്യരുടെ സ്നേഹത്തിന് എവിടെയൊക്കെയോ ചില വിടവുകളുണ്ട്. മനിത കാതലല്ല, അതേയും താണ്ടി പുനിതമാനത് എന്ന് കവി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. ഒരു ജീവിതകാലത്തിൻ്റെ ഏറിയ പങ്കും പകുത്തെടുത്തും പങ്കുവച്ചും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെ കൂടി നിന്ന മനുഷ്യരെല്ലാം ഉപേക്ഷിച്ചു പോകാൻ ആവശ്യപ്പെടുമ്പോൾ ചെകുത്താന്റെ അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്ന് മരണത്തിന്റെ മുഖത്തു നിന്നും അവനെ കൂട്ടിക്കൊണ്ടു വരാനെത്തുന്ന സൗഹൃദത്തിന്റെ സ്നേഹവും സമർപ്പണവും മനുഷ്യ സ്നേഹത്തിന്റെ എല്ലാ പരിധികളെയും ലംഘിക്കുന്നതാണ്. ദൈവം എന്നത് മുകളിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചമാണ് സുഭാഷേ. അതിങ്ങനെ മരണം കാത്തുകിടക്കുന്ന ഒരുത്തനെയും ചുമന്ന് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ആ മുഹൂർത്തത്തെ മറ്റെന്ത് പാട്ടുകൊണ്ട് അടയാളപ്പെടുത്തും? സിനിമകൾ ജീവിക്കുന്ന കാലഘട്ടത്തെ ഒരുപക്ഷെ ആധാരമാക്കിയിട്ടില്ലെങ്കിലും ആ സമൂഹത്തെ സ്വാധീനിക്കും. തമിഴ് പാട്ടുകളും സിനിമകളും സ്വാധീനിച്ച തലമുറയുടെ നേർക്കാഴ്ച കൂടിയാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. ഗുണയിൽ ഇത് മനിതർ കാതലല്ല, അതേയും താണ്ടി പുനിതമാണത് എന്ന് പറയുന്നത് ഗുണയ്ക്ക് അഭിരാമിയോടുള്ള പ്രണയത്തെയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൽ ചിദംബരം ആ ഡയലോഗിനെ ഉപയോഗിച്ചിരിക്കുന്നത് ആ 11 പേരുടെ അഗാധമായ സൗഹൃദത്തിൻ്റെ ആഴം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ്. അതിൽ ചിദംബരം 100% വിജയിച്ചിട്ടുമുണ്ട്.